നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയിലെ നല്ല വൈബുള്ള നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൗലാന ഹോസ്പിറ്റലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് റോസ്റ്ററി കഫേ എന്നൊരു ബോർഡ് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ പണ്ട് മുതലേ ആദ്യകാലത്ത് പെരിന്തൽമണ്ണയിൽ ബീഫ് ഷവർമ്മയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മൾ അബ്ദുവക്ക. ഈ അബ്ദുവക്കയാണ് കേട്ടോ അവിടുത്തെ ഷവർമ്മ മേക്കർ. പാർക്കിംഗ് സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലും പിന്നെ സൈഡിലും ഒക്കെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അങ്ങനെ ഈവനിങ്ങിലൊക്കെ പോയി നല്ല കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയ, സ്നാക്സ് മാത്രമല്ല കേട്ടോ, ഹെവി ആയിട്ടുള്ള ഡിന്നർ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഞങ്ങൾ ഡിന്നറാണ് അവിടുന്ന് കഴിച്ചത്. അവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് സീറ്റിങ്സും ഉണ്ട്. ഇതാണ് താഴെത്തത്. നല്ല പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് നല്ല വൈബ്, നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് നമുക്ക് കോണി കയറി പോയിട്ടുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് നല്ല സോഫ സീറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്. ഈവനിങ്ങിൽ നമുക്ക് ആ ഒരു ലൈറ്റൊക്കെ ഇങ്ങനെ താന്ന് കഴിയുമ്പോൾ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ വർക്കിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ കോണിയൊക്കെ കയറി ഞങ്ങൾ മുകളിൽ പോയി. അപ്പോൾ മുകളിൽ പോയപ്പോഴും ഇതുപോലെ ഫുൾ എ സിയാണ്. താഴെ മുകളിലൊക്കെ കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആണ് കേട്ടോ. നല്ല സോഫാസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴേക്കായിട്ട് അത്യാവശ്യം കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ മെനു ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോമോസുകളുണ്ട്. നമുക്ക് കുറേ അവിൽ മിൽക്സും പാസ്താസും പിസ്സ, പാസ്ത, ബർഗേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാ കഫേകളിലും കിട്ടുന്നതും പിന്നെ നമുക്ക് എല്ലായിടത്തും കിട്ടാത്തതായിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ, വാഫിൾസ്. സാധാരണ അങ്ങനെ എല്ലാ കഫേസിലൊന്നും കിട്ടില്ല. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അബ്ദുവക്കാൻ്റെ ഷവർമ്മ ട്രൈ ചെയ്തു കേട്ടോ. ചിക്കൻ ഷവർമ്മയാണ് ഞങ്ങൾ പറഞ്ഞത്, റുമാലി ഷവർമ്മ. സാധാരണ ഉള്ള പോലത്തെ ഗുബൂസ് ഷവർമ്മയല്ല, ഇത് റുമാൽ റൊട്ടിയിൽ റോൾ ചെയ്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷവർമ്മയാണ് കേട്ടോ. അതിങ്ങനെ അവർ സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് തന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ മയോണൈസും നല്ല ഉപ്പിലിട്ട മുളകും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ പീസായിട്ട് എടുത്ത് നമുക്ക് മയോണൈസിലൊക്കെ മുക്കി ആ മുളകിൻ്റെ ഒരു കഷ്ണമൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകുന്നവർ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് അവിടുത്തെ ഷവർമ്മ. ബീഫും ചിക്കനും നല്ല രണ്ടും അടിപൊളിയാണെന്നാണ് കേട്ടത്. നമ്മൾ ഏതായാലും ചിക്കൻ ഷവർമ്മ തന്നെ ട്രൈ ചെയ്ത് കേട്ടോ. പണ്ടേയുള്ള ഫേമസ് ആയിട്ടുള്ള ആ ഷവർമ്മ മേക്കറാണ് ഇവിടെ ഷവർമ്മ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് എല്ലാവരും നല്ല ചൂടപ്പം പോലെ 5 മിനിറ്റ് കൊണ്ട് തന്നെ തീർന്നു കേട്ടോ. പിന്നെ ഒരു ഐസ് ലെമൺ ടീ ഓർഡർ ചെയ്തു കേട്ടോ. നല്ല ഐസ് ക്യൂബ്സും ലെമണും മിൻറ്റ് ലീവ്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഐസ് ലെമൺ ടീ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സാധാരണ മലേഷ്യ, സിംഗപ്പൂർ ഭാഗത്തൊക്കെ കിട്ടുന്ന ഐസ് ലെമൺ ടീ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു കേട്ടോ. ഈ അവിൽ മിൽക്ക് ഏകദേശം നമ്മളെ ഫലൂദയൊക്കെ പോലെ കേട്ടോ, കുറേ നട്ട്സും മുകളിൽ തന്നെ ഒരു സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആക്കിയിട്ട് നല്ല കാണാൻ നല്ല ലുക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്തു. സ്ട്രോബെറി ഐസ്ക്രീമാണ് കേട്ടോ മുകളിൽ ഇട്ടേക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറേ ബദാമും കാഷ്യൂവും ഒക്കെ ഇട്ട് നല്ല റിച്ചുമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ മഷ്റൂം പെന്നെ പാസ്ത ഓർഡർ ചെയ്തു കേട്ടോ. നല്ല മൾട്ടി കളേർഡ് ആയിട്ടുള്ള മഞ്ഞയും ഓറഞ്ചും ഒക്കെ ക്യാപ്സിക്കൊക്കെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒറിഗാനോൻ്റെ മിക്സഡ് ഹെർബ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന പാസ്ത കേട്ടോ. നിറയെ മഷ്റൂമിൻ്റെ പീസസും നിറയെ ചീസൊക്കെ ഇട്ട് നല്ല റിച്ച് ആക്കിയിട്ടുണ്ട്. നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാസ്തയെക്കുറിച്ച് ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റുള്ള പാസ്തയാണ്. അതും എല്ലാവരും കൂടെ പോകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ഒരു പാസ്ത, കുറേ വെറൈറ്റി ആയിട്ടുള്ള പാസ്തകളുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അവിടുത്തെ ബർഗർ ഓർഡർ ചെയ്തു കേട്ടോ. ഇതാണ് ഈ ചിക്കൻ ബർഗറാണ്. ചിക്കൻ ബർഗറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സിംഗർ ബർഗറാണ് കേട്ടോ, ചിക്കൻ സിംഗർ ബർഗർ. നല്ല ബോൺലെസ് ആയിട്ടുള്ള നമ്മൾ ഈ KFCയിലേക്ക് സ്ട്രിപ്സ് പോലത്തെ ഒരു ചിക്കൻ സ്ട്രിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലെറ്റ്യൂസും ചീസും ഒക്കെ കൊണ്ട് നല്ല ചീസി ആയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ചിക്കൻ നഗ്ഗറ്റ്സ് ഓർഡർ ചെയ്തു. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഇതൊക്കെ കഴിച്ചിട്ട് ദാഹമൊക്കെ ഒന്ന് മാറാൻ നല്ല ഫ്രഷ് ലൈം കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ലൈം കൊണ്ട് അടിച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രഷ് ലൈമും കഴിച്ചിട്ടോ. അങ്ങനെ സിംഗർ ബർഗർ നല്ല ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ട്, അത് കെച്ചപ്പൊക്കെ കൂട്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് നല്ല ഗ്രില്ലിൻ്റെ ആ പാറ്റേണൊക്കെ പുറത്ത് വന്നിട്ടുള്ള നല്ല കിഡിലൻ ബർഗറായിരുന്നു കേട്ടോ സിംഗർ ബർഗർ. ചിക്കൻ മാത്രമല്ല അവിടെ വെജ് ബർഗേഴ്സും ഉണ്ട് കേട്ടോ, വെജ് പാറ്റിയൊക്കെ വെച്ചിട്ടുള്ള വെജ് ബർഗറും ഉണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് ഒരു ചോക്ലേറ്റ് വാഫിൾസ് വിത്ത് ഐസ്ക്രീം ഓർഡർ ചെയ്തു കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. വാഫിൾസ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ വളരെ ചുരുക്കമാണ്. എല്ലാവർക്കും ഇവിടെ വാഫിൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വാനില ഐസ്ക്രീമൊക്കെ മുകളിൽ ടോപ്പപ്പ് ആയിട്ട് ചെയ്തിട്ട് ഫുള്ള് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് വാഫിൾസ് ആണ് കേട്ടോ ലാസ്റ്റ് കഴിച്ചത്. അതും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പെരിന്തൽമണ്ണ പോകുന്നവരൊക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു കിടിലൻ നല്ല ആംബിയൻസ് ഉള്ള ഒരു കഫേയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ റോസ്റ്ററി കഫേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. മൗലാന ഹോസ്പിറ്റലിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ സ്പോട്ട് വരുന്നത്. ഊട്ടി റോഡിന് മൗലാന ഹോസ്പിറ്റലിൻ്റെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ്, നമ്മൾ ടൗണിൽ നിന്ന് പോകുമ്പോൾ മൗലാന ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ റോസ്റ്ററി കഫേ എന്നുള്ള ബോർഡ് കാണാം കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ വാഫിളും നമുക്ക് വാനില ഐസ്ക്രീമിൽ ഇങ്ങനെ അതിൽ മുക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ടോ രണ്ടും കൂടി ഇങ്ങനെ സ്പൂണിലെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. അതുപോലെ ഈ ടീനേജേഴ്സും കുട്ടികളുമാണ് മെയിൻലി ഈ കഫേസിലൊക്കെ പോകുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇപ്പോൾ ഷവർമ്മയും പാസ്തയും ഒക്കെ ഉള്ളതുകൊണ്ട് അഡൽസിനും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാതിരുന്നത് മോമോസ് മാത്രമാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് അവിടുത്തെ മോമോസും കൂടി ഒന്ന് ട്രൈ ചെയ്യണം.